മലയുടെ താഴെ വെച്ച് കുഷ്ഠരോഗി സുഖം പ്രാപിക്കുന്നു. ഭൂമിയെ സുഗന്ധപൂരിതമാക്കുകയും കണ്ണുകളെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന അനവധി പുഷ്പങ്ങൾക്കിടയിൽ വ്രണങ്ങൾ കൊണ്ട് ശരീരം മുഴുവൻ നിറഞ്ഞ ഭീകരരൂപിയായ ഒരു കുഷ്ഠരോഗിയെ ഞാൻ കാണുന്നു. ആളുകൾ പേടിച്ച് ഒച്ചവെക്കുകയും മലയുടെ അടിവാരത്തിലേക്ക് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. ദേഹം മുഴുവൻ പൊട്ടിയളിഞ്ഞ അയാളെ എറിയാനായി ചിലർ കല്ലുകൾ എടുക്കുന്നു. എന്നാൽ ഈശോ കൈകൾ രണ്ടും നീട്ടി ഇപ്രകാരം അഭ്യർത്ഥിച്ചു: സമാധാനമായിരിക്കുക, ഓരോരുത്തരും അവിടെ ഇരിക്കുക, ഭയപ്പെടേണ്ട, കല്ലുകൾ താഴെയിടുക. പാവപ്പെട്ട ഒരു സഹോദരനോട് കരുണ കാണിക്കുക, അയാളും ദൈവത്തിന്റെ ഒരു പുത്രനാണ്. ഗുരുവിന്റെ ആജ്ഞയുടെ ശക്തിയാൽ ജനം അതനുസരിച്ചു. പൂത്തു നിൽക്കുന്ന പുല്ലുകൾക്കിടയിലൂടെ ഈശോ അല്പം മുൻപോട്ട് നടന്നപ്പോൾ കാര്യം മനസ്സിലാക്കിയ കുഷ്ഠരോഗി അവിടുത്തെ അടുത്തേക്ക് ചെന്നു. അയാൾ ഈശോയുടെ അടുത്തെത്തിയപ്പോൾ അവിടുത്തെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു. തണുത്ത സുഗന്ധപൂർണമായ വെള്ളത്തിലെന്ന പോലെ അയാൾ പുഷ്പിതമായ പുല്ലുകൾക്കിടയിൽ താണുപോയി. ജനങ്ങളിൽ നിന്ന് അയാളെ മറക്കാൻ എന്ന വണ്ണം പുഷ്പങ്ങൾ ഒന്നു ചേർന്ന് ഒരു മൂടുപടം എന്ന പോലെ അയാളുടെ ദേഹം മറച്ചു. അതിനടിയിൽ വൃത്തികെട്ട് ഒരു കുഷ്ഠരോഗി കിടപ്പുണ്ടെന്ന് അയാളുടെ ദീനരോധനം കൊണ്ടു മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. അയാൾ പറയുന്നു: കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്തുവാൻ കഴിയും, എന്നോടും കരുണ കാണിക്കുക. ഈശോ മറുപടി പറഞ്ഞു: നീ തലപൊക്കി എന്നെ നോക്കുക. സ്വർഗത്തിൽ വിശ്വസിക്കുന്നവൻ അതിലേക്ക് നോക്കണം. നീ വിശ്വസിക്കുന്നുണ്ട്, എന്നാൽ നീ ദൈവകൃപ യാചിക്കുന്നു. പുൽമൂടി ഒരിക്കൽ കൂടി തുറന്നു. കപ്പൽ അപകടത്തിൽപ്പെട്ട ഒരാൾ വെള്ളത്തിൽ നിന്നും പൊങ്ങി വരുന്നത് പോലെ അയാൾ പുല്ലിനടിയിൽ നിന്നും ഉയർന്നു വന്നു. മുടിയോ താടി മീശയോ ഇല്ലാത്ത അയാളുടെ തലയിലെ മാംസഭാഗങ്ങൾ ഏറെ ദ്രവിച്ചു പോയിരിക്കുന്നു. എങ്കിലും തൻ്റെ വിരലുകളുടെ അഗ്രം കൊണ്ട് അയാളുടെ നെറ്റിയിൽ സ്പർശിക്കുവാൻ ഈശോ മടി കാണിച്ചില്ല. അത്രയും ഇടയിൽ വ്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. എങ്കിലും രണ്ടു വ്രണങ്ങൾക്കിടയിലുള്ള ആ ഭാഗം ചാരനിറത്തിൽ പരളകൾ പിടിച്ച് കാണപ്പെട്ടു. അതിനടുത്തുള്ള ഒരു വ്രണം അയാളുടെ ഉച്ചിത്തൊലി നശിപ്പിച്ചിരുന്നു. മറ്റേത് വലതു കണ്ണിന്റെ ഭാഗത്ത് ഒരു ദ്വാരം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനാൽ അയാളുടെ കൃഷ്ണമണികൾ അവിടെ തന്നെ ഉണ്ടോ എന്ന് പറയുവാൻ എനിക്ക് കഴിയുന്നില്ല. ചെന്നിയും കവിളിലും മൂക്കിന്റെ മൃദുലാസ്ഥിയുമൊക്കെ വ്രണം പിടിച്ചിരിക്കുന്നു. ഈശോ തന്റെ മനോഹരമായ വിരലുകൾ അയാളുടെ നെറ്റിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു: ഞാൻ ആഗ്രഹിക്കുന്നു, നീ ശുദ്ധി പ്രാപിക്കുക. ഉടൻ തന്നെ അയാളുടെ വൈകൃതവും വ്രണങ്ങളും മാറി. ശുദ്ധജലത്തിൽ കഴുകിയെടുത്തതുപോലെ അയാളുടെ ശരീരം ശുദ്ധമായി. ആദ്യം സുഖപ്പെട്ടത് മുറിവുകളാണ്, പിന്നെ തൊലിയുടെ വൈകൃതം മാറി. വലതു കണ്ണ് യഥാസ്ഥാനത്ത് പ്രത്യക്ഷപ്പെട്ടു. മനോഹരമായ ചുണ്ടുകൾ പല്ലുകളെ മറച്ചു. മുടിയും താടിമീശയും മാത്രമേ ഇനി ഇല്ലാതുള്ളൂ. നേരത്തെ തന്നെ ശുഷ്കമായ തൊലിപ്പുറത്ത് അങ്ങിങ്ങായി ചില രോമങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ജനക്കൂട്ടം അത്ഭുതപൂർവ്വം ആർത്തു വിളിച്ചു. അവരുടെ ആനന്ദ നിർഭരമായ ആർപ്പുവിളി കേട്ടപ്പോഴാണ് താൻ സൗഖ്യം പ്രാപിച്ചുവെന്ന് അയാൾക്ക് മനസ്സിലായത്. വലിയ കുഴി ഉണ്ടായിരുന്ന കണ്ണിന്റെ സ്ഥാനത്തും വലിയ വ്രണമുണ്ടായിരുന്ന തലയിലും അയാൾ തപ്പി നോക്കി. എല്ലാം സുഖമായിരിക്കുന്നു. അയാൾ എഴുന്നേറ്റ് നിന്ന് നെഞ്ചത്തും അരക്കെട്ടിലും നോക്കി. അയാൾ പൂർണ്ണമായും ശുദ്ധനായിരിക്കുന്നു. പൂത്തു നിൽക്കുന്ന പുൽത്തകിടിയിലേക്ക് അയാൾ ഒരിക്കൽ കൂടി സാഷ്ടാംഗം വീണു. സന്തോഷ ആധിക്യത്താൽ കരഞ്ഞുകൊണ്ടായിരുന്നു അയാൾ അപ്രകാരം ചെയ്തത്. കരയരുത്, എഴുന്നേറ്റ് നിന്ന് ഞാൻ പറയുന്നത് കേൾക്കുക. മുറപ്രകാരമുള്ള ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവുക. ആ കാര്യങ്ങൾ പൂർത്തിയാവുന്നതുവരെ ഇതാരോടും പറയേണ്ട. നിന്നെ തന്നെ നീ പുരോഹിതന് കാണിച്ചു കൊടുക്കുക. അത്ഭുതകരമായ നിന്റെ രോഗശാന്തിക്ക് തെളിവായി മോശ നിശ്ചയിച്ചിട്ടുള്ള പ്രകാരം ദേവാലയത്തിൽ കാഴ്ചയർപ്പിക്കുക. എൻ്റെ കർത്താവേ, ഞാൻ സാക്ഷ്യപ്പെടുത്തേണ്ടത് അവിടുത്തെ മുന്നിലാണ്. എൻ്റെ ഉപദേശത്തെ സ്നേഹിച്ചുകൊണ്ട് നീ എനിക്ക് സാക്ഷ്യപ്പെടുത്തു. പോയിക്കൊള്ളൂ. അത്ഭുതകരമായി സുഖം പ്രാപിച്ച ആ മനുഷ്യന്റെ അടുത്ത് ചെന്ന് എങ്കിലും അല്പം അകലെ നിന്ന് ജനക്കൂട്ടം അയാളെ അഭിനന്ദിച്ചു.
അയാൾക്ക് യാത്രക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് ചിലർക്ക് തോന്നി. ചിലർ നാണയത്തുട്ടുകളും മറ്റു ചിലർ അപ്പവും ഭക്ഷണ സാധനങ്ങളും എറിഞ്ഞുകൊടുത്തു. അയാളുടെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ കണ്ട് അലിവ് തോന്നിയ ആരോ ഒരാൾ തൻ്റെ മേലുടുപ്പൂരി ചുരുട്ടിക്കെട്ടി അയാളുടെ നേരെ എറിഞ്ഞു. തൻ്റെ നഗ്നത മറക്കാൻ അയാൾക്കത് ധാരാളം മതിയായിരുന്നു. ഔദാര്യം പകർച്ചവ്യാധി പോലെ പടർന്നു പിടിക്കുന്നതാകയാൽ മറ്റൊരാൾ തൻ്റെ ചെരുപ്പുകൾ അയാൾക്ക് നൽകി. ഇത് കണ്ടിട്ട് ഈശോ ചോദിച്ചു, ഇനി നിങ്ങൾ എങ്ങനെ പോവും? ഏയ് സാരമില്ല, ഞാൻ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. ഞാൻ നഗ്നപാതനായി പോയിക്കൊള്ളാം. അയാൾക്ക് വളരെ ദൂരം പോകാനുണ്ടല്ലോ. ദൈവം നിന്നെയും ആ സഹോദരനെ സഹായിച്ച മറ്റെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതെ, ഞാൻ അങ്ങനെ ചെയ്യാം. അവർക്ക് വേണ്ടിയും അങ്ങയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ ലോകത്തിന് അങ്ങയിൽ വിശ്വാസമുണ്ടാകട്ടെ. നമസ്കാരം. സമാധാനത്തോടെ പോവുക. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ കുറെ ദൂരം പോയിട്ട് തിരിഞ്ഞു നിന്ന് ചോദിച്ചു, അവിടെ നിന്നാണ് എന്നെ സുഖപ്പെടുത്തിയതെന്ന് ഞാൻ പുരോഹിതനോട് പറയണം? അതിൻ്റെ ആവശ്യമില്ല. ഇപ്രകാരം പറയുക, കർത്താവിന് എന്നോട് കൃപയുണ്ടായി. അത് പൂർണ്ണമായ സത്യമാണ്. അതിൽ കവിഞ്ഞ് ഒന്നും പറയേണ്ട. ജനങ്ങൾ ഈശോയുടെ ചുറ്റും കൂടി നിന്നു. ആ വലയം ഭേദിക്കുവാൻ ആർക്കും കഴിയുമായിരുന്നില്ല. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. ശാബത്ത് ആരംഭിക്കുകയാണ്. ഗ്രാമങ്ങൾ വളരെ ദൂരത്തിലുമാണ്. എന്നാൽ ജനങ്ങൾക്ക് സ്വന്തം ഗ്രാമങ്ങളെക്കുറിച്ചോ ഭക്ഷണത്തെക്കുറിച്ചോ മറ്റു യാതൊന്നിനെക്കുറിച്ചോ ഉത്കണ്ഠയില്ല. എങ്കിലും അപ്പസ്തോലന്മാർ ഇവയെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലരായി. അവർ ആ കാര്യം ഈശോയോട് പറഞ്ഞു. മുതിർന്ന ശിഷ്യന്മാരും ഇതേപ്പറ്റി ഉത്കണ്ഠാകുലരാണ്. അവിടെ സ്ത്രീകളും കുട്ടികളുമുണ്ട്. നേരം ഇരുണ്ടു വരുന്നു. അവർക്ക് നക്ഷത്രങ്ങളോ കല്ലുകളോ ഭക്ഷിക്കുവാൻ കഴിയുകയില്ലല്ലോ. ഈശോയ്ക്ക് മാത്രം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് യാതൊരുവിധ ഉത്കണ്ഠയുമില്ല. ഈ സമയത്ത് ജനങ്ങളുടെ തങ്ങളുടെ പക്കൽ ബാക്കിയുള്ള ആഹാര പദാർത്ഥങ്ങൾ ഭക്ഷിച്ചു. അവർക്ക് ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ല. ഈശോ ഈ കാഴ്ച തൻ്റെ അപ്പസ്തോലന്മാർക്ക് കാണിച്ചു കൊടുത്തു. അവിടുന്ന് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ജനങ്ങൾ നിങ്ങളെക്കാൾ ബലപ്പെട്ടവരാണ്. ഒരു വിധത്തിലുള്ള ആശങ്കയും ഇല്ലാതെ അവർ കാര്യങ്ങൾ ചെയ്യുന്നത് നോക്കുക. ദൈവം തൻ്റെ മക്കൾക്ക് നാളത്തേക്ക് ആവശ്യമുള്ള ഭക്ഷണം തരും. ഇത് വിശ്വസിക്കാൻ കഴിയാത്തവർ പോയിക്കൊള്ളുക എന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നതാണ്. എന്നിട്ടും അവർ പോയില്ല. ദൈവം തന്നെ മിശിഹായെ വഞ്ചിക്കുകയോ അവനിൽ പ്രത്യാശ അർപ്പിച്ചവരെ നിരാശപ്പെടുത്തുകയോ ചെയ്യുകയില്ല. അപ്പസ്തോലന്മാർ ഇതത്ര കാര്യമായി എടുക്കാതെ തോൾ വെട്ടിച്ച് ഈശോ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി അവർ ഗൗരവമായി ചിന്തിച്ചില്ല. മനോഹരമായ ചെങ്കതിരുകൾ വീശിക്കൊണ്ട് സൂര്യൻ അസ്തമിച്ചതോടെ എല്ലാം നിശബ്ദമായി. പക്ഷികൾ അന്തിമഗാനം ആലപിച്ച ശേഷം നിശബ്ദത പാലിച്ചു. കാറ്റിന്റെ നേരിയ മർമ്മരം മാത്രം കേൾക്കാം. രാപ്പാടികൾ പറന്നു തുടങ്ങി. ആദ്യ താരകം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. തവളകൾ കരച്ചിൽ ആരംഭിച്ചു. കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞു. മുതിർന്നവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടെ ചിലർ ചില സംശയങ്ങളുമായി ഈശോയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ഗോതമ്പ് വയലുകൾക്കിടയിലൂടെ പ്രായമുള്ള ഒരാൾ നടന്നു വന്നത് ആരും ശ്രദ്ധിച്ചില്ല. നല്ല ആജ്ഞാശക്തിയുള്ള മാന്യനായി വസ്ത്രധാരണം ചെയ്ത മനുഷ്യനെ അനുഗമിച്ച് മറ്റു ചിലരും വരുന്നുണ്ട്. അടുത്തെത്തിയപ്പോഴേക്കും അവർ അദ്ദേഹത്തെ കണ്ട് തമ്മിൽ എന്തൊക്കെയോ കുശുകുശുക്കുന്നു. അടക്കി പിടിച്ച ഈ സംസാരം പടർന്നു പിടിച്ചെങ്കിലും താമസവിന അപ്രത്യക്ഷമായി. അല്പം അകലെ നിന്നിരുന്ന ആളുകൾ വിവരമറിയാനായി അയാളുടെ അടുത്തെത്തി. മാന്യനായ ആ മനുഷ്യൻ ഈശോയെ സമീപിച്ച് തല കുനിച്ചു വണങ്ങി. അവിടുന്ന് അപ്പോൾ ഒരു മരച്ചുവട്ടിലിരുന്ന് ചിലരുടെ സംശയങ്ങൾ തീർക്കുകയായിരുന്നു. ഈശോ അത്ര തന്നെ ആദരവോടെ എഴുന്നേറ്റ് നിന്ന് പ്രത്യഭിവാദനം ചെയ്തു. ആളുകൾ ഇത് ശ്രദ്ധാപൂർവ്വം നോക്കി നിന്നു. ഞാനും മലമുകളിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. വിശന്നിരിക്കാൻ കഴിയാതെ ഞാൻ പോയതായിരിക്കുമെന്ന് ഒരുപക്ഷെ അങ്ങ് വിചാരിച്ചേക്കാം. എന്നാൽ ഞാൻ പോയത് മറ്റൊരു കാരണം കൊണ്ടാണ്. ഞാൻ ഈ സഹോദരന്മാരുടെ എല്ലാം മൂത്ത സഹോദരനാവാൻ ആഗ്രഹിക്കുന്നു. അങ്ങോട്ട് മാറ്റി നിർത്തി അങ്ങയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവിടുന്ന് അത് കേൾക്കുമോ? ഒരു ശാസ്ത്രിയാണെങ്കിൽ പോലും ഞാൻ അവിടുത്തെ ശത്രുവല്ല. നമുക്കല്പം മാറി നിൽക്കാം.
അവർ ഗോതമ്പ് വയലിന്റെ അടുത്തേക്ക് ചെന്നു. ഈ തീർത്ഥാടകർക്ക് കുറെ ഭക്ഷണം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് തയ്യാറാക്കാൻ ആവശ്യമായ നിർദ്ദേശം നൽകാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ പോയത്. ഈ കാണുന്നതെല്ലാം എൻ്റെ വയലാണ്. ശാപത്തിലും എനിക്കിതിലൂടെ നടക്കാം. ഇത്ര ദൂരം വന്നിട്ടും ഞാൻ നിയമം ലംഘിച്ചിട്ടില്ല. വേലക്കാരുമൊത്ത് മലമുകളിൽ നാളെ വരണമെന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ അവിടുന്ന് ജനങ്ങളുമൊത്ത് ഇവിടെ എത്തിയിരിക്കുന്നതായി ഞാൻ അറിഞ്ഞു. അതിനാൽ ഈ ഭക്ഷണം ജനങ്ങൾക്ക് കൊടുക്കുവാനും ശാപത്ത് ആചരിക്കുവാനും എന്നെ അനുവദിക്കുക. അല്ലാത്തപക്ഷം എനിക്ക് വലിയ പ്രയാസമായിരിക്കും. അങ്ങയുടെ വാക്കുകൾ കേട്ട് വെറുതെ ഇതൊക്കെ ചെയ്യേണ്ടി വന്നല്ലോ എന്ന പ്രയാസമായിരിക്കും അത്. വെറുതെ ചെയ്യേണ്ടി വരികയോ? ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല. പിതാവായ ദൈവം തന്റെ പ്രകാശത്താൽ നിനക്ക് ഇതിന് പ്രതിഫലം തരും. എങ്കിലും ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഞാൻ നിന്നെ നിരാശപ്പെടുത്തുകയില്ല. ജനക്കൂട്ടം വളരെ വലുതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും ആവശ്യത്തിന് കൊടുക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കഴിയുകയില്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കൊണ്ടുവന്നിട്ടുള്ള അപ്പത്തിൻ്റെ അളവിനെ പറ്റിയാണ്. അതിനെനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കഴിഞ്ഞ വർഷം എനിക്ക് നല്ല വിളവ് കിട്ടി. ഈ വർഷം കതിര് വന്ന് നിൽക്കുന്നത് അവിടത്തേക്ക് കാണാമല്ലോ. ഞാൻ ഇത് ചെയ്തു കൊള്ളട്ടെ. എൻ്റെ വയലുകൾക്ക് ചെയ്യാവുന്നതിലേക്കും വലിയ സംരക്ഷണമാണിത്. അതിരിക്കട്ടെ ഗുരു, അവിടുന്ന് എനിക്ക് ഇന്നത്തേക്ക് ഇപ്രകാരം അപ്പം തന്നല്ലോ. അവിടുന്ന് യഥാർത്ഥത്തിൽ ആത്മാവിൻ്റെ അപ്പമാണ്. താങ്കളുടെ ഇഷ്ടപ്രകാരം ചെയ്തു കൊള്ളുക. ഞങ്ങൾ പോയി തീർത്ഥാടകരോട് പറയാം. വേണ്ട, അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണല്ലോ. താങ്കൾ ഒരു ശാസ്ത്രിയല്ലേ? അതെ, ഞാനൊരു ശാസ്ത്രിയാണ്. നിന്റെ ഹൃദയത്തിന് അർഹതപ്പെട്ട സ്ഥാനത്തേക്ക് കർത്താവ് നിന്നെ നയിക്കട്ടെ. അങ്ങ് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. സത്യദൈവത്തിലേക്ക് എന്നാണ് അങ്ങ് ഉദ്ദേശിച്ചത്. എന്തെന്നാൽ ഞങ്ങളുടെ വീഴ്ചകൾ അത്ര അധികമാണ്. ഞങ്ങളുടെ ദുഷ്ടതയും. നീ ആരാണ്? ദൈവത്തിൻ്റെ ഒരു പുത്രൻ. എനിക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചാലും ഞാൻ പോകട്ടെ. നിനക്ക് സമാധാനം ഉണ്ടാവട്ടെ. ഈശോ സാവധാനം അപ്പസ്തോലന്മാരുടെ അടുത്തേക്ക് പോയി. ആ സമയത്ത് തന്നെ ആ മനുഷ്യനും വേലക്കാരും പോയി കഴിഞ്ഞു. അതാരായിരുന്നു? അയാൾക്ക് എന്താണ് വേണ്ടത്? അയാൾ ആവശ്യമില്ലാത്ത വല്ലതും അങ്ങയോട് പറഞ്ഞോ? വല്ല രോഗികളെയും കൊണ്ടുവന്നതാണോ? ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ ഈശോയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. അതാരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അയാൾ സന്മനസ്സുള്ള ഒരാളാണെന്നും അത് ജോൺ എന്ന ശാസ്ത്രിയാണ് ജനം വിളിച്ചു പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് എനിക്കിപ്പോൾ മനസ്സിലായി. ദൈവമക്കളോടൊപ്പം അവിടുത്തെ ഒരു സേവകനാകാൻ മാത്രമേ അയാൾ ആഗ്രഹിക്കുന്നുള്ളൂ. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കെല്ലാം നാളെ അയാൾ ഭക്ഷണം തരും. അയാളുടെ സന്മനസ്സിന് നന്ദി പറയുക. അയാൾ യഥാർത്ഥമായും ഒരു നീതിമാനാണ്. ആരോ ഒരാൾ പറഞ്ഞു. അതെ, തീർച്ചയായും. മറ്റുള്ളവരുടെ സുഹൃത്താകാൻ അയാൾക്ക് എങ്ങനെ കഴിയുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെയേറെ മനപ്രയാസങ്ങളുള്ള അയാൾ ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. എങ്കിലും അയാൾ ഒരു ദുഷ്ടനല്ല. മൂന്നാമതൊരാൾ പറഞ്ഞു നിർത്തി. ഈ വയലുകളൊക്കെ അയാളുടേതാണോ? അന്യസ്ഥലങ്ങളിൽ നിന്നും വന്ന പലരും ചോദിച്ചു. അതെ, ആ കുഷ്ഠരോഗി അയാളുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു വേലക്കാരനോ കൃഷിക്കാരനോ ആയിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. ആ മനുഷ്യൻ കുഷ്ഠരോഗി ഇവിടെ എവിടെയോ താമസിക്കാൻ അനുവദിക്കുകയും അയാൾക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാണ് എൻ്റെ അറിവ്. ഇങ്ങനെ അഭിപ്രായ പ്രകടനങ്ങൾ തുടർന്നു വന്നുകൊണ്ടിരുന്നു. എങ്കിലും ഈശോ അതൊന്നും ശ്രദ്ധിച്ചില്ല. അവിടുന്ന് 12 അപ്പസ്തോലന്മാരെയും അടുത്ത് വിളിച്ചു ചോദിച്ചു, നിങ്ങളുടെ അവിശ്വാസത്തെപ്പറ്റി ഞാനിപ്പോൾ എന്താണ് പറയേണ്ടത്? നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ള ഭക്ഷണം ജാതി കൊണ്ട് എനിക്കെതിരായ ഒരാളുടെ പക്കൽ പിതാവ് ഏൽപ്പിച്ചത് നിങ്ങൾ കണ്ടില്ലേ? അല്ലയോ അല്പവിശ്വാസികളെ? മയമുള്ള ആ കച്ചിപ്പുറത്ത് പോയി കിടന്നുറങ്ങുക. പിതാവ് നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവാനും അവിടുന്ന് കാണിക്കുന്ന ദയക്ക് നന്ദി പറയുവാനും വേണ്ടി ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഈശോ പർവ്വതത്തിന്റെ താഴ്വാരത്തിലേക്ക് പോയി. അവിടുന്ന് ഏകാന്തതയിലിരുന്ന് പ്രാർത്ഥനാപൂർവം ധ്യാനിച്ചു. അവിടുന്ന് തലയുയർത്തി നോക്കിയപ്പോൾ ആകാശത്ത് അസംഖ്യം നക്ഷത്രങ്ങൾ ഇടതിങ്ങി നിൽക്കുന്നു. അവിടുന്ന് താഴേക്ക് നോക്കിയപ്പോൾ അസംഖ്യം ആളുകൾ പുൽത്തകിടിയിൽ കിടന്നുറങ്ങുന്നു. മറ്റൊന്നും അവിടുന്ന് ശ്രദ്ധിച്ചില്ല. ആനന്ദ അധികാരത്താൽ അവിടുത്തെ മുഖം പ്രകാശമാനമായി.